ആപ്പിൾ പറിക്കുന്ന ജോലിക്ക് കാനഡയിൽ വിസ കിട്ടും. കാനഡിയൻ ഗവൺമെന്റ് അങ്ങനെ വിസ കൊടുക്കുമോ? Hi guys, how are you? I am Shahbaz from CALICUT. Welcome back to C Dream YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആപ്പിൾ പറിക്കുന്ന ജോലിക്ക് കാനഡയിൽ വിസ കിട്ടുമോ, ഏത് വിസ പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് മെയിനായിട്ട് ഹിന്ദി വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ ഫേസ്ബുക്കിൽ ജോബ് ഓഫർ തപ്പുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഈ ഒരു ചോദ്യം നല്ലപോലെ ഉണ്ടാകും. എനിക്ക് റീസെന്റ് ആയിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ കുറെ ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. കാനഡയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫാമിലൊക്കെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ ഓഫർ വരുന്നുണ്ട്, ശമ്പളം കിട്ടും. ശമ്പളം ഏകദേശം അവർലി ഏകദേശം $20 കനേഡിയൻ ഒക്കെയാണ് നമ്മൾ പരസ്യത്തിൽ കാണുന്നത്. $20 കനേഡിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 1200 രൂപ. സോ എന്തായാലും മലയാളീസ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു മണിക്കൂറിന് 1200 രൂപ, അപ്പൊ 10 മണിക്കൂറിന് 12,000 രൂപ. 10 മണിക്ക് ഒരു ദിവസമാണോ, 10 മണിക്കൂറിന് 12,000 രൂപ, 30 ദിവസം ഏകദേശം 3.60 ലക്ഷം രൂപ. അപ്പൊ ഒരു വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ ശമ്പളം ഉണ്ടാക്കാം. അതുപോലെയാണ്, ഞാനിപ്പോൾ അവിടെ നോക്കി പറഞ്ഞതല്ല കേട്ടോ, അല്ലാതെ തന്നെയാണ്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ മലയാളീസ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ അത്രത്തോളൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ഇത്രത്തോളൊക്കെ സാലറി കിട്ടുന്നുണ്ട്. ഒരു 15 CAD അല്ലെങ്കിൽ ഒരു 13 CAD ഒക്കെ എന്തായാലും അവർലി സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് വിസ കിട്ടുമോ, അതാണ് നമ്മൾ ഇന്ന് മെയിൻ. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. RNIP പ്രോഗ്രാം, റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ഓഫർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് അൺസ്കിൽഡ് വർക്ക് വിസയിൽ നമുക്ക് ഓഫർ കിട്ടിയാലും, ജോബ് ഓഫർ കിട്ടിയാലും നമുക്ക് ഈ ഒരു വർക്ക് വിസയിൽ പോകാൻ പറ്റും. അൺസ്കിൽഡ് ജോബിന് നമുക്ക് ജോബ് ഓഫർ കിട്ടിയാലും ഈ ഒരു വിസയിൽ പോകാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കറക്റ്റ് പ്രൂഫ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇമിഗ്രേഷൻ വെബ്സൈറ്റ് താഴെ കൊടുക്കാം. അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് കനഡിയൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഷോർട്ടാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. സി ഡ്രീം എന്ന് പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിന് IELTS എത്ര സ്കോർ വേണം, IELTS ചെറിയൊരു സ്കോർ മതി. ഓക്കെ, പിന്നെ ഇതിൽ എന്താ പറയാ, നമുക്ക് ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസം എങ്ങനെയാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയും. നമ്മൾ കംപ്ലീറ്റ് ഫീസ് കാണിച്ചിട്ടല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ തന്നെ നമ്മുടെ പഴയ ഗെറ്റപ്പിലോട്ട് തിരിച്ചു പോകും. പിന്നെ മെയിൻ ആയിട്ട് ഫീസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ജസ്റ്റ് ഒരു പ്രൊമോഷൻ ആണ്, മറ്റൊന്നല്ല. ഗൈസ്, പ്രൊമോഷൻ എന്താണെന്ന് നമുക്ക് ലാസ്റ്റിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. RNIP പ്രോഗ്രാം, റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമാണ്. കാനഡയിലെ ഈ പറയുന്ന 11 കമ്മ്യൂണിറ്റീസിൽ നിന്ന് നമുക്ക് ജോബ് ഓഫർ കിട്ടിയാൽ ഈ പറയുന്ന പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാം. റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് അൺസ്കിൽഡ് വർക്കേഴ്സിനും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു PR പ്രോഗ്രാമാണ്, ഒരു പൈലറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് എലിജിബിലിറ്റി റിക്വയർമെൻ്റ് ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ ജോബ് റിക്വയർമെൻ്റ് ആണ്, അതായത് നമ്മുടെ ജോബ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. മൂന്നാമത്തത് അപ്ലൈ ഫോർ റെക്കമെൻഡേഷൻ ആണ്, അപ്ലൈ ഫോർ കമ്മ്യൂണിറ്റി റെക്കമെൻഡേഷൻ ആണ്. നാലാമത്തത് അപ്ലൈ ഫോർ പെർമനൻറ്റ് റെസിഡൻസ് ആണ്. അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ 2 സ്റ്റെപ്പുകളിൽ ഫസ്റ്റത്തത് നമ്മുടെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ്. മെയിനായിട്ട് 4 റിക്വയർമെൻ്റ് ആണ് വരുന്നത്. ഫസ്റ്റത്തത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുക, രണ്ടാമത്തത് നമ്മുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കാണിക്കുക, മൂന്നാമത്തത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ, നാലാമത്തത് സെറ്റിൽമെൻറ്റ് ഫണ്ട്, നമ്മുടെ ബാങ്ക്. വേറൊരു കാര്യം അറിയണം, നമ്മുടെ ജോബ് ഏത് NOC കാറ്റഗറിയിലാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതാണ് NOC കോഡ്. സ്കിൽ ലെവൽ 0, സ്കിൽ ലെവൽ A, B, C, D. അപ്പോൾ ഇതിൽ സ്കിൽ ലെവൽ 0A എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ജോബ്സ്, അതേപോലെ പ്രൊഫഷണൽ ജോബ്സ് ആണ്. ഇവർക്ക് ഈ ഒരു ജോബിൽ ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ IELTSന് മിനിമം ഏകദേശം 6.5ൻ്റെ അടുത്ത് സ്കോർ കിട്ടണം. പക്ഷേ അതേ സമയത്ത് ടെക്നീഷ്യൻ ജോബ്, സ്കിൽ ലെവൽ Bയിലെ ജോബിന് IELTSന് സ്കോർ കുറവ് മതി. അതേപോലെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിൽ ലെവൽ D. അവിടെയാണ് ഈ പറയുന്ന അൺസ്കിൽഡ് ജോബ് ഉള്ളത്. അവർക്ക് ഏറ്റവും ചെറിയ സ്കോർ മതി. അത് ഇത്രയൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തത് വർക്ക് എക്സ്പീരിയൻസ്. ലാസ്റ്റ് 3 വർഷം കൊണ്ട് 3 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഏകദേശം 1560 അവേഴ്സ്. AIP പ്രോഗ്രാമിലും 1560 അവേഴ്സാണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നത്. രണ്ടാമത്തത് ECA,
അതായത് ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണോ അത് കനേഡിയൻ എഡ്യൂക്കേഷനുമായിട്ട് ഈക്വലൈസ് ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ഓർത്തിരിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണോ അത് കനേഡിയൻ എഡ്യൂക്കേഷനുമായിട്ട് ഈക്വലൈസ് ആവണം. ഓക്കെ, അത് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി നിങ്ങൾ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കബിൾ ആണോ എന്ന്. ഓക്കെ, അത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, പല ആൾക്കാരും പല യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രി എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുന്നതും അതേ സമയത്ത് മധുരൈ കാമരാജ് ഇതേപോലെയുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോളൂ. പിന്നെ അടുത്തത് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് NOC കോഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ NOC കോഡിലുള്ള ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലാംഗ്വേജ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ CLB ബാൻഡും കാണാൻ പറ്റും, NOC കോഡും കാണാൻ പറ്റും. RNIPയുടെ കേസ് പറയുമ്പോൾ NOC 0A കാറ്റഗറിയിലാകുമ്പോൾ CLB ബാൻഡ് 6 വേണം. അതായത് IELTSന് ഒരു 6.5ൻ്റെ അടുത്ത് സ്കോർ വേണം. ടെക്നിക്കൽ ജോബ് ആണെങ്കിൽ 5 വേണം. IELTSന് അറൗണ്ട് 5-6ൻ്റെ അടുത്ത് വേണം. അൺസ്കിൽഡ് ജോബ് ആണെങ്കിലും സെമി സ്കിൽഡ് ജോബ് ആണെങ്കിലും അറൗണ്ട് 4.5-5ൻ്റെ അടുത്ത് സ്കോർ മതി. മിനിമം 5 എങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്നത് സെറ്റിൽമെൻറ്റ് ഫണ്ടാണ്. സെറ്റിൽമെൻറ്റ് ഫണ്ട് മറ്റുള്ള പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഒരാളാണെങ്കിൽ 9,000 കനേഡിയൻ ഡോളർ നമ്മൾ സെറ്റിൽമെൻറ്റ് ഫണ്ടായിട്ട് കാണിക്കണം. 2 പേരാണെങ്കിൽ 11,000, 3 പേരാണെങ്കിൽ 13,000, ഏകദേശം 14,000 കനേഡിയൻ ഡോളർ. അതായത് നമ്മുടെ നാട്ടിലെ അറൗണ്ട് ഒരു 5-6-7 ലാക്സിൻ്റെ അടുത്തായിട്ട് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് എലിജിബിൾ ജോബ് ഓഫറാണ്. നമുക്കിപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടിയാൽ ആ ജോബ് ഓഫർ എങ്ങനെ ആയിരിക്കണം? അതായത് നമ്മുടെ ജോബ് ഓഫർ ഫുൾ ടൈം ജോബ് ഓഫർ ആയിരിക്കണം. അതേപോലെ തന്നെ അതൊരു സീസണൽ ജോബ് ഓഫർ ആയിരിക്കാൻ പാടില്ല. മൂന്നാമത്തത് ഒരു പെർമനൻറ്റ് ജോബ് ആയിരിക്കണം. ടെമ്പററി ജോബ് ആയിരിക്കാൻ പാടില്ല, പാർട്ട് ടൈം ജോബ് ആയിരിക്കാനൊന്നും പാടില്ല, ഒരു പെർമനൻറ്റ് ജോബ് ആയിരിക്കണം. പിന്നെ കറക്റ്റ് മിനിമം വേജ് തന്നിരിക്കണം. അതായത് ഓരോ പ്രൊവിൻസിലും ഓരോ മിനിമം വേജ് ഉണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഫോറിനർ അല്ലേ, നമുക്ക് അത്ര ശമ്പളം വേണ്ട, ഒരു 5 കനേഡിയൻ ഡോളർ പെർ ഹവർ എന്ന രീതിയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. കനേഡിയൻസിന് എത്രയാണോ മിനിമം വേജ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫോറിനേഴ്സിനും മിനിമം വേജ് കറക്റ്റ് കൊടുത്തിരിക്കണം. അതിപ്പോൾ ഇതാണ് ജോബ് ഓഫർ റിക്വയർമെൻറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റിയിലോട്ട് റെക്കമെൻഡേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു PNP പ്രോഗ്രാം പോലെ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ PR-ന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അതിന് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് PR-ന് ആപ്ലിക്കേഷൻ കൊടുക്കുക. നാലാമത്തെ സ്റ്റെപ്പ്. ഓൾമോസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് ആരും പൈസ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കാനഡയിൽ പൊക്കോളൂ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ പൈസ കൊടുത്ത് പോകുന്ന അതേ സമയത്ത് ആ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഫ്രീ മീൻസ് വിസ ഫീസും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിലും 10-20 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരാവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കഴിവ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. ഓക്കെ, പിന്നെ അത് അത്ര ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കാനഡ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് നല്ല ലോങ്ങിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. അവിടെ നിന്നൊരു ജോബ് ഓഫർ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും ജോബ് ഓഫർ കിട്ടിയവരും ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ജസ്റ്റ് ഒരു പ്രൊമോഷനാണ്, മറ്റൊന്നുമല്ല. ഞാൻ തന്നെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ലൊരു എമൗണ്ട് ഇപ്പോൾ കടമുണ്ട്. ഓക്കെ, കുറച്ച് ഒരു വർഷം മുമ്പേ വന്നൊരു സംഭവമാണ്. ആദ്യത്തെ 5-6 മാസം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയൊരു പ്രശ്നമല്ല. ഞാൻ ഈ കടം വീട്ടാൻ വേണ്ടി യൂട്യൂബും വെബ്സൈറ്റൊക്കെ തന്നെയാണ് കണ്ടെത്തിയ ഒരു മാർഗം. ഞാനിപ്പോ വേൾഡ് വൈഡ് ഒരു ട്രാവൽ നോക്കും. ഞാൻ പൊങ്ങച്ചൻ തന്നെ, വേറൊന്നുമല്ല. അപ്പോ ഞാൻ സോളോ ആണ്. വേൾഡ് വൈഡ് ട്രിപ്പ് നോക്കുന്നുണ്ട്. 197 രാജ്യങ്ങളും കവർ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 7 കൺട്രീസോളം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കാം. ഓക്കെ, മറ്റേതിൽ വ്യൂസ് പറ്റ കുറവാണ്. ഏകദേശം ഒരു 40-50 ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ എന്റെ ഫേസ് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ കയറ്റി വിടുക. അല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക. ഒന്ന് കാലിക്കറ്റ് പ്രോ എന്നാണ് ചാനലിന്റെ പേര്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, ഞാനിങ്ങനെ ചോദിക്കുകയാണ്, വേറൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കാണാൻ പറ്റൂ. അതെനിക്ക് നല്ലോണം